ഹായ് മക്കളെ, പൊളിറ്റിക്സിലെ ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമായി എന്നാണ് ഓരോരുത്തർ പറയാറുള്ളത്. മെസ്സേജുകളുടെ കൂമ്പാരമാണ്. പക്ഷേ നമ്മൾ കണ്ടില്ല എന്ന് അടിക്കണില്ലല്ലോ. പിന്നെ ചോദിക്കുന്ന മറ്റൊരു സംഭവം പ്രഡിക്ഷൻ എല്ലാ വീഡിയോസും നമ്മൾ വരും. ആദ്യം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാന ചാപ്റ്റർ വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, ചലഞ്ചസ് ഓഫ് ദി നാഷൻ ബിൽഡിങ്ങിൽ ഇതിൽ വരുന്നതാണ്. അത് പേരൊന്ന് ക്ലിയർ ആക്കട്ടെ. ഓക്കെ മക്കളെ, ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് പ്രോസസ്സ്, പിന്നെ ടു നാഷൻ തിയറി. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ടു നാഷൻ തിയറി ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. ഇനി സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദി ഡോമിനൻസ് ഓഫ് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടിയെ ഡോമിനൻസ്, അതായത് ഒരു ആധിപത്യത്തിലേക്ക് എത്തിക്കാനുള്ള ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണ്? കോൺഗ്രസ് പാർട്ടിയാണല്ലോ ഒരു കാലത്ത് ആധിപത്യം, കാരണം എതിരാളികളൊന്നും ഇല്ലാതെ ഇങ്ങനെ ജയിച്ചു പോകും. അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കൊലീഷൻ. എന്താ മക്കളെ ഈ കൊലീഷൻ ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ? കൊലീഷൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, അതിന്റെ മലയാളം കൃത്യമായിട്ട് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഗവൺമെന്റ് എന്തായിരിക്കും ഒരുമിച്ച് ഭരിക്കുന്ന സംഭവം. ഇപ്പോൾ ഇവിടെ UDF, LDF, NDA എന്നൊക്കെ പറയുന്നില്ലേ, ഇതൊക്കെയാണ് ഈ കൊലീഷൻ ഗവൺമെന്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇനി ഒപ്പോസിഷൻ പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കിയോ. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം, പിന്നെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻസ്, ഒന്നാം പഞ്ചവത്സര പദ്ധതി, ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം നോക്കി വെക്കണം. ഇനി ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ പോളിസി, വിദേശ നയങ്ങൾ. ഇനി മലയാളം പറയണില്ല എന്ന് പറയരുത്. ഫോറിൻ പോളിസി, വിദേശ നയങ്ങൾ, പിന്നെ ഇൻഡോ ചൈന വാർ, ഇന്ത്യ ബംഗ്ലാദേശ് വാർ, പിന്നെ അതുപോലെ തന്നെ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് NAM, ഈ കാര്യങ്ങൾ നോക്കിയേക്കാം. ഇനി ചലഞ്ചസ് ഓഫ് റീസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ് സിസ്റ്റം, ഇതിൽ നോക്കിയേക്കേണ്ടത് സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ് ഇൻ 1969. 1969 കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യാൻ പോണേ, സ്പ്ലിറ്റ് ആകാൻ പോകണം. ഇന്ദിരാഗാന്ധിൻ്റെ ആ സമയമില്ലേ, അതാണ് പറയാൻ പോകുന്നത്. പിന്നെ ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡറിൽ നോക്കുന്നത് ജനതാ പാർട്ടി, നാഷണൽ എമർജൻസി ഓഫ് 1975. എന്താണ് നാഷണൽ എമർജൻസി? അത് എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്മുടെ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ വന്നില്ലേ, ആ സംഭവം. ഇനി അടുത്തയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റൈസ് ഓഫ് പോപ്പുലർ. ഇനി ഇങ്ങനെ കുറച്ച് കൂടി ഒരു essay ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉദയത്തിൽ നിങ്ങൾ നോക്കേണ്ടത് ചിപ്കോ പ്രസ്ഥാനം, ആന്റി അറാക്ക് മൂവ്മെന്റ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം, ദളിത് പാന്തേസ്, നർമ്മദ ബച്ചാവ് ആന്തോളൻ. ഇനി മക്കളെ, നിങ്ങൾക്ക് പല ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ അക്കൗണ്ടിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, SP സഹദ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സൂപ്പർ മാഷ്, പിന്നെ നിങ്ങൾ അതേപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എജുപോർട്ട് ഹ്യൂമാനിറ്റീസ് എന്നുള്ള ഒരു ചാനൽ. സൂപ്പർ മാഷ് ഫോളോ ചെയ്യണമെന്ന് ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. പക്ഷേ മെസ്സേജ് അയക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ, അതായത് ഇങ്ങനെ വീഡിയോസ് വേണമെങ്കിൽ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും, അതിൽ SP അടിവര സഹദ് അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ സൂപ്പർ മാഷ് നിങ്ങൾക്ക് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഓൾറെഡി അതിൽ വീഡിയോസ് ഇട്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് കണ്ടന്റുകളും കാര്യങ്ങളും വേണമെങ്കിൽ എജുപോർട്ട് ഹ്യൂമാനിറ്റീസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം ചാനൽ എന്ത് ഫോളോ ചെയ്യുക. ഇനി അതിനായിട്ട് ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തവരൊക്കെ ഉണ്ടായിരിക്കും, അവരെന്ത് ചെയ്യരുത്, ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും നിൽക്കേണ്ട. നിങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലൂടെ ഓൾറെഡി തരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് റീജിയണൽ ആസ്പിറേഷൻ. essay ക്വസ്റ്റ്യൻ ഈ ചാപ്റ്റർ എന്നാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, essay ക്വസ്റ്റ്യൻ ഈ ചാപ്റ്റർ എന്നാണ്. എന്താണ് ഈ essay ക്വസ്റ്റ്യൻ നോക്കണം മുമ്പ്? അതുപോലെ തന്നെ 4 മാർക്കും 5 മാർക്കും വേറെയും ചോദിക്കുന്ന, അത്യാവശ്യം വെയിറ്റേജും ചോദിക്കുന്ന ഒന്ന് കാശ്മീർ ഇഷ്യൂ. കാശ്മീർ ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് കേവലം എന്തല്ല, ഒരു പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല, വേറെയോ അതുമുണ്ട്, അല്ലാതെ നമ്മുടെ ഇന്റേണൽ വിഷയമുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. പിന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് 5 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്നതാണ് പഞ്ചാബ് അക്കോർഡ്, പഞ്ചാബ് കരാർ, ആരൊക്കെ തമ്മിൽ? രാജീവ് ഗാന്ധി, പിന്നെ അതുപോലെ തന്നെ അർച്ചൻ സിംഗ് ലോങ്കോവാളും. ഓക്കെ ആണല്ലോ, അതെപ്പോഴും ചോദിക്കും. 1 മാർക്കിനൊക്കെ ചോദിക്കും. ഇതിൽ 1 മാർക്കിന് ആരൊക്കെ തമ്മിലാണെന്നും ചോദിക്കും, ആരൊക്കെ തമ്മിലാണ് ആ കരാർ വന്നതെന്ന് ചോദിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കൽ ഇവർ തമ്മിലുള്ള ഉടമ്പടിയുള്ള പറഞ്ഞ കരാറുകൾ എന്തൊക്കെയാണ്. പിന്നെ ദ ഇഷ്യൂസ് ഡൊമിനേറ്റഡ് നോർത്ത് ഈസ്റ്റ് പൊളിറ്റിക്സ്, പ്രശ്നങ്ങൾ ഇതാ വടക്കേക്കൻ രാഷ്ട്രീയം. ഇതാണ് essay. എന്താണ് നോർത്ത് ഈസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നോർത്ത് ഈസ്റ്റ്, അതായത് ഏതൊക്കെയാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ? 7 സഹോദരിമാർ, 7 സിസ്റ്റേഴ്സ് എന്നൊക്കെ അറിയപ്പെടില്ലേ, ആരൊക്കെ? അസം, പിന്നെ അതുപോലെ തന്നെ മേഘാലയ, മണിപ്പൂർ, പിന്നെ അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്, അങ്ങനെ 7 സ്റ്റേറ്റുകളുടെ ഒരു സൈഡ് ഇന്ത്യയുടെ തുമ്പിക്കൈ പോലെ കിടക്കുന്ന, അപ്പുറത്തും ആർക്കും വേണ്ടാത്ത പോലെ കിടക്കുന്നില്ലേ, ആ സ്റ്റേറ്റുകളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൂ. അവിടുന്ന് ഉയർന്നു വന്ന വിഘടനവാദ പ്രസ്ഥാനങ്ങൾ, സെഷനിസ്റ്റ് മൂവ്മെന്റുകളൊക്കെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ essay ക്വസ്റ്റ്യൻ. പിന്നെ ഒരു വർഷം ചോദിച്ച ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഇന്ദിരാഗാന്ധി വധിക്കപ്പെടാൻ തന്നെ കാരണമായത് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് എവിടെ ഖലിസ്ഥാൻ പ്രസ്ഥാനത്ത് അടിച്ചു പൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലൊക്കെ കയറിയിട്ട് അവർ പിടിച്ചടക്കിയ സംഭവങ്ങളൊക്കെ അല്ലേ, ആ കാര്യങ്ങൾ. ഇനി നമ്മുടെ ഇതിൽ നിന്നും essay ചോദിക്കാണ്ട് റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. അതിൽ നോക്കേണ്ടത് ഒന്ന് 1989 ശേഷം, 1989 ശേഷം നമ്മളിവിടെ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിച്ചേക്കേണ്ടത്. ഇനി ഇത് യുദ്ധ കാലഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ
ക്യൂബൺ മിസൈൽ ക്രൈസിസ്, മിലിറ്ററി അലയൻസ് നോക്കി വെക്കുക. പിന്നെ ദ എൻഡ് ഓഫ് ബയോപോളാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കിയിട്ട് ഫീച്ചേഴ്സ് ഓഫ് സോവിയറ്റ് എക്കോണമി. ഇത് എന്ത് ചെയ്യാറുണ്ട് എക്സാം പേപ്പറിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ റീസൺ ഫോർ ദി ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ അത് നോക്കി വെക്കണം, അതും എക്സാമിന് ചോദിക്കണം. പിന്നെ ഷോക്ക് തെറാപ്പി 3 എക്സാമിന് ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. കുറേ ഒന്നും പഠിപ്പിക്കുന്നില്ല, ഓരോ ചാപ്റ്ററിൽ നിന്ന് 3 ടോപ്പിക് അല്ലെങ്കിൽ 2 ടോപ്പിക്കൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് കൺസ്ട്രെയിൻസ് ഓൺ അമേരിക്കൻ, ഓക്കെ ഇത് ഈ മാച്ച് ദ ഫോളോയിങ് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ നോക്കുന്നതാണ് അൾട്ടർനേറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് പവർ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യെസ്. പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ എക്കണോമിക് ആൻഡ് മിലിറ്ററി ഇൻഫ്ലുവൻസ്, ഇത് അധികം വലിയതൊന്നുമില്ല, പക്ഷേ ഇതെന്ത് ചെയ്യുക റൈസ് ഓഫ് ചൈനീസ് എക്കോണമി, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് നോക്കി വെക്കേണ്ടതാണ്. പിന്നെ കണ്ടംപററി സൗത്ത് ഏഷ്യ, ഇതിൽ പാകിസ്ഥാൻ ഫെയിലിയേഴ്സ് ഇൻ ബിൽഡിംഗ് ഓഫ് സ്റ്റേബിൾ ഡെമോക്രസി, ഡിസ്കസ് ദി കോൺഫ്ലിക്റ്റ് ഓഫ് ഇന്ത്യൻ വിത്ത് ശ്രീലങ്ക, ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടി എന്ത് ചെയ്യുക നോക്കി വെക്കുക. പിന്നെ ഇതാ ഈ ലാസ്റ്റ് ചാപ്റ്ററിലൊക്കെ ഇങ്ങനെ പോവാണ് 3 മെയിൻ കംപ്ലയിൻറ്റ്സ് ഫോർ ദി റിഫോംസ് ഓഫ് ദി സെക്യൂരിറ്റി കൗൺസിൽ. പിന്നെ അതുപോലെ തന്നെ പോയിന്റ് ഔട്ട് ദി ആർഗ്യുമെന്റ്സ് ഓഫ് ഇന്ത്യ ഫോർ ദി പെർമനന്റ് മെമ്പർ ഇൻ UN സെക്യൂരിറ്റി കൗൺസിൽ, അതൊക്കെ നോക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി, ഇതിൽ നമുക്ക് കുറച്ചൊരു മുന്നേ ഒരു 3 ചാപ്റ്ററും കൂടി ഉണ്ട്, അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ കൂടി നോക്കി വെക്കുക. ഒന്നെന്തായിരുന്നു ഇന്ത്യ, അതായത് നമ്മുടെ ഇവിടെ സെക്യൂരിറ്റി സ്ട്രാറ്റജികൾ ഉണ്ടല്ലോ, ആ കാര്യങ്ങൾ ഇന്ത്യ നിലകൊണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യ സെക്യൂരിറ്റി സ്ട്രാറ്റജികൾ ഏതൊക്കെയാണ്, ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഫേസ്ഡ് ബൈ കണ്ടംപററി വേൾഡ്, സമകാലിക ലോകം അഭിമുഖീകരിക്കുന്ന സുരക്ഷാ ഭീഷണികൾ ഏതൊക്കെയാണ്. ഇനി എൻവയോൺമെൻറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇന്ത്യയുടെ നിലപാട് എന്തൊക്കെയാണ്, പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഇന്ത്യ എടുത്ത നിലപാടുകൾ എന്തൊക്കെയാണ്, ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണെന്നും കോമൺ ബട്ട് ഡിഫറൻഷ്യേറ്റഡ് റെസ്പോൺസിബിലിറ്റി, അതായത് പൊതുവായതും വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ ഔട്ട്കംസ് ഓഫ് റിയോ സമ്മിറ്റ്, റിയോ ഉച്ചകോടിയുടെ എന്തൊക്കെയെന്ന് പറയാം ഇത് പരിണിത ഫലങ്ങൾ കേട്ടോ. ഇനി ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിൽ നിങ്ങൾ നോക്കേണ്ടത് ഒന്ന് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, സാംസ്കാരിക കൾച്ചറൽ കോൺസിക്വൻസ് എന്തൊക്കെയാണ്, പൊളിറ്റിക്കൽ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റായി മക്കളെ. അപ്പോൾ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ASP ഒരു അടിവര അങ്ങോട്ട് കൊടുക്കുക, സഹദ് ഇതന്നാണ് കേട്ടോ. പിന്നെ എജുപോർട്ട് ഹ്യൂമാനിറ്റീസ് എന്ത് ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെക്കുക, എജുപോർട്ട് ഹ്യൂമാനിറ്റീസ് അറിയാലോ ബാക്കിയൊക്കെ. പിന്നെ അതുപോലെ തന്നെ സൂപ്പർ മാഷ്, ഈ 3 അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് നഷ്ടമില്ലടാ. ഒരുപാട് അക്കൗണ്ടുകൾ നമ്മൾ കുറേ ബ്ലോഗർമാരതൊക്കെ വെറുതെ നമ്മൾ ചെയ്യാറില്ലേ, ഫുഡ് ബ്ലോഗർമാരത്, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിൻ്റെത്, അങ്ങനത്തെ ഒക്കെ അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ഉപകാരമില്ലല്ലോ, ഇപ്പം നിങ്ങൾക്ക് ഉപകാരമില്ലേ, ഇതെന്ത് ചെയ്യുക ഫോളോ ചെയ്ത് വെച്ചോളൂ, സെറ്റാക്കാൻ മക്കളെ. ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. പിന്നെ കൃത്യം 7:00 നമ്മുടെ പൊളിറ്റിക്സിൻ്റെ ലൈവ് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട് വരാറുണ്ട്. സെറ്റാക്കാം, അടിപൊളിയാക്കാം, ഹാപ്പി ആയിരിക്കുക. താങ്ക്